വെൽക്കം ടു അവർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും തുടങ്ങിയ ടോപ്പിക്കുകളാണ് പറയുന്നത്. 1928 മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയായ വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. JC ഡാനിയലാണ് ഇതിൻ്റെ സംവിധാനം. 1928 മുതൽ 1950 വരെ 13 സിനിമകളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത്. 1928 വിഗതകുമാരൻ, 1932 മാർത്താണ്ഡവർമ്മ, 1938 ബാലൻ, 1940 ജ്ഞാനാംബിക, 1941 പ്രഹ്ലാദ, 1948 നിർമ്മല, 1949 വെള്ളിനക്ഷത്രം. 1950 6 സിനിമകളാണ് പുറത്തിറങ്ങിയത്. നല്ലതങ്ക, സ്ത്രീ, ശശിധരൻ, ചേച്ചി, പ്രസന്ന, ചന്ദ്രിക എന്നിവയാണ് ഈ സിനിമകൾ. 1932 മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങി. ഈ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ആ സമയം ആർദേശ്വർ ഇറാനിയുടെ ആലമാര എന്ന സിനിമ ശബ്ദിച്ചു തുടങ്ങി. R. സുന്ദർരാജ് ആണ് മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാതാവ്. ഇതിൻ്റെ സംവിധാനം PV സുന്ദർരാജ് ആണ്. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയെ അവലംബമാക്കിയ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. 1938 ബാലൻ പുറത്തിറങ്ങുന്നു. ഗോപിനാഥും A. സുന്ദരവും മദ്രാസിലെ മലയാളി അസോസിയേഷനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത്. വിധിയും മിസ്സിസ് നായരും എന്ന കഥയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. A. സുന്ദരത്തെ സംവിധായകനാക്കുന്നു. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം സംവിധാന സഹായിയായിരുന്ന നോട്ടാണിയാണ് ഈ സിനിമയുടെ സംവിധായകൻ ആകുന്നത്. ഇങ്ങനെയാണ് ബാലൻ സിനിമ ഉണ്ടാകുന്നത്. രണ്ടാനമ്മയുടെ പീഡനമാണ് പ്രധാന കഥാതന്തുവായിട്ട് കടന്നുവരുന്നത്. 1940 ജ്ഞാനാംബിക പുറത്തുവരുന്നു. 1941 പ്രഹ്ലാദ. മലയാള സിനിമയിൽ ആദ്യമായി വരുന്ന പുരാണ സിനിമയാണ് പ്രഹ്ലാദ. ഇതിനുശേഷം മലയാള സിനിമയിൽ വലിയ ചലനം ഉണ്ടായില്ല. പിന്നീട് 1948 നിർമ്മല വരുന്നത്. പ്ലേബാക്ക് സങ്കേതം മലയാളത്തിൽ ആദ്യമായി വരുന്ന സിനിമയാണ് നിർമ്മല. 1949 വെള്ളിനക്ഷത്രം വരുന്നു. 1949 ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആണ് ഉദയ സ്റ്റുഡിയോ. കുഞ്ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റുഡിയോ വരുന്നത്. മിസ് കുമാരിയുടെ അരങ്ങേറ്റമായിരുന്നു ഈ വെള്ളിനക്ഷത്രം. 1950 6 സിനിമകളാണ് പുറത്തു വരുന്നത്. നല്ലതങ്ക, സ്ത്രീ, ശശിധരൻ, ചേച്ചി, പ്രസന്ന, ചന്ദ്രിക എന്നിവയാണവ. നല്ലതങ്ക തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരുന്ന സിനിമയാണിത്. നാത്തൂൻ പോരാണ് ഈ സിനിമയിൽ കാണുന്നത്. സ്ത്രീ വേലപ്പൻ നായരാണ് ഇതിൻ്റെ സംവിധാനം. തിക്കുറിശ്ശി സുകുമാരൻ നായരിൻ്റെ നാടകമാണ് സിനിമയാക്കിയത്. ചലച്ചിത്രമാകുന്ന ആദ്യ മലയാള നാടകമാണ് സ്ത്രീ. ശശിധരൻ, ചേച്ചി, പ്രസന്ന, ലളിത, പദ്മിനി, നളിനി എന്നിവരുടെ അരങ്ങേറ്റമായിരുന്നു പ്രസന്നയിലൂടെ. ചന്ദ്രിക P. ഭാസ്കരൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന സിനിമയാണ് ചന്ദ്രിക. 1928 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തെ മലയാള സിനിമയുടെ ഒന്നാം ഘട്ടമെന്നാണ് പറയുന്നത്. 1951 ജീവിത നൗക പുറത്തുവരുന്നു. മലയാള സിനിമയ്ക്ക് ശക്തമായൊരു വ്യവസായ അടിത്തറ ഉണ്ടാക്കിയ സിനിമയാണിത്. തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ 284 ദിവസം ഈ സിനിമ ഓടി. കച്ചവട വിജയം നേടിയ സിനിമ ആണെങ്കിലും കലാപരമായി ഇത് നിലവാരം പുലർത്തിയിരുന്നില്ല. K. വേമ്പു ആണ് ഇതിൻ്റെ സംവിധായകൻ. 1951 നവലോകം സിനിമ വരുന്നു. പൊൻകുന്നം വർക്കിയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും. 1951 പുറത്തിറങ്ങിയ മറ്റു ചിത്രങ്ങളാണ് രക്തബന്ധം, വനമാല, യാചകൻ, കേരള കേസരി എന്നിവ. ഇതിൽ കാട് പശ്ചാത്തലം വരുന്ന ആദ്യ സിനിമയാണ് വനമാല. 1952 തിരുവനന്തപുരത്ത് മേരിലാൻഡ് സ്റ്റുഡിയോ വരുന്നു. മലയാളത്തിലെ രണ്ടാമത്തെ സ്റ്റുഡിയോ ആണിത്. പ്രേം നസീർ, സത്യൻ തുടങ്ങിയവരൊക്കെ അഭിനയം തുടങ്ങുന്നത് 1952 മരുമകൾ എന്ന സിനിമയിലൂടെയാണ് പ്രേം നസീർ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ആത്മസഖി എന്ന സിനിമയിലൂടെയാണ് സത്യൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. 1952 9 സിനിമകളാണ് വരുന്നത്.
അമ്മ, സുഹൃത്ത്, ആത്മശാന്തി, ദേശഭക്തൻ, കാഞ്ചന, ആത്മസഖി, ബിഷപ്പിന്റെ വിളി, മരുമകൾ, അച്ഛൻ എന്നിവയാണ് ഈ സിനിമകൾ. 1953 6 സിനിമകളാണ് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ ശരിയോ തെറ്റോ ആണ്. ഇതിന്റെ കഥയും സംവിധാനവും തിക്കുറിശ്ശിയാണ്. 1953 ശേഷം മലയാള സാഹിത്യത്തിന് സിനിമ വിധേയമാകുന്ന കാലഘട്ടമായിരുന്നു ഇത്. മാനുഷിക പ്രശ്നങ്ങളാണ് 1953 ശേഷമുള്ള സിനിമകളുടെ രചനാ പ്രക്രിയയിലെ പ്രത്യേകതയായി പറയുന്നത്. 1954 നീലക്കുയിൽ വരുന്നു. മലയാളത്തിന് ദേശീയ തലത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമയാണ് നീലക്കുയിൽ. പി. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ് ഇതിന്റെ സംവിധാനം. കഥയും തിരക്കഥയും ഉറൂബ്. ചന്ദ്രധാര പ്രൊഡക്ഷൻ ബാനറിൽ ടി. കെ. പരീക്കുട്ടിയാണ് നീലക്കുയിൽ നിർമ്മിച്ചത്. അന്നോളം വന്ന സിനിമകളെ അപേക്ഷിച്ച് കേരളീയത നിറഞ്ഞു നിൽക്കുന്ന സിനിമയായിരുന്നു നീലക്കുയിൽ. ഛായാഗ്രഹണത്തിൽ പുതുമ കൊണ്ടുവരാൻ സാധിച്ചു. വിൻസെന്റാണ് ഛായാഗ്രഹണം. നിഴൽ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം കൊണ്ടുവന്നിട്ടുണ്ട്. നീലക്കുയിലിന്റെ സംഗീത സംവിധായകൻ കെ. രാഘവൻ ആണ്. 1955 7 സിനിമകൾ വരുന്നു. ഹരിശ്ചന്ദ്ര, സി.ഐ.ഡി, കാലം മാറുന്നു, ന്യൂസ് പേപ്പർ ബോയ് തുടങ്ങിയവയാണ് ഇവ. 1955 ആദർശ കലാമന്ദിർ പ്രൊഡക്ഷൻ ബാനറിൽ ന്യൂസ് പേപ്പർ ബോയ് വരുന്നു. 22 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ ചേർന്നാണ് ഈ സിനിമ എടുത്തത്. ലബ്ധപ്രതിഷ്ഠരായ അഭിനേതാക്കളെ പരമാവധി ഉപേക്ഷിച്ച സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ്. ഒരു ബാലനെ സിനിമയുടെ കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റുന്നു. പി. രാംദാസ് ആണ് സംവിധാനം. അദ്ദേഹത്തിന്റെ തന്നെ കഥയാണ് ഈ സിനിമയ്ക്ക് അവലംബമാക്കിയത്. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ സാധ്യതയും കൃത്യതയും ഭാഗികമായി ഉപയോഗിച്ചുള്ള സിനിമയായിരുന്നു ന്യൂസ് പേപ്പർ ബോയ്.